Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം നമുക്ക് CACB എക്സാം അല്ലെങ്കിൽ നമുക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അക്കൗണ്ടൻസിയിൽ അക്കൗണ്ട് ഉണ്ട്, നമ്മൾ എപ്പോഴും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ CACB എക്സാമിന് അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ അക്കൗണ്ടിന്റെ എക്സാമിനൊക്കെ നമുക്ക് ആ അക്കൗണ്ടിന്റെ ഡിഫറെന്റ് ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് ആണ്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പം എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. അക്കോർഡിംഗ് ടു ദി ഡബിൾ എൻട്രി മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ട്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 പാർട്ട്. പ്രധാനമായിട്ട് നമ്മൾ 3ആയിട്ടാണ് അക്കൗണ്ടുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. In order to cover all the transaction of an organization, each account has certain golden rule of debit and credit. അതായത് ഓരോ അക്കൗണ്ടുകൾക്കും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ ഗോൾഡൻ റൂളുകളുണ്ട്. അപ്പൊ നമ്മൾ എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? പ്രധാനമായും 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 ക്ലാസിഫിക്കേഷൻ നോക്കാം. ഒന്നാമത്തത് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മുടെ അസറ്റുകളുടെ അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് പേഴ്സണൽ അക്കൗണ്ട്. അതിനെ 2ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് നോമിനൽ അക്കൗണ്ട്. അപ്പൊ പ്രധാനമായും നമ്മുടെ 3 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. അക്കൗണ്ട്സ് റിലേറ്റഡ് ടു പേഴ്സൺസ് ഓർ ഫേംസ് ആർ കോൾഡ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട്സ് മേ ബി 3 ടൈപ്പ്. ഒന്ന് നാച്ചുറൽ പേഴ്സൺ, 2 ആർട്ടിഫിഷ്യൽ പേഴ്സൺ, റെപ്രസെന്റേറ്റീവ് പേഴ്സൺ. അങ്ങനെ 3ആയിട്ടാണ് അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, പേഴ്സണൽ അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം പേഴ്സണൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. അക്കൗണ്ട്സ് റിലേറ്റഡ് ടു പേഴ്സൺ, ഒരു പേര് കൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയൊക്കെയാണ് നമ്മൾ എന്ത് ഉൾപ്പെടുത്തുന്നത്? ആ പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുക. അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേതാണ് നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്നത്. ആൻ ഇൻഡിവിജ്വൽ ഹു ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ നെയിം ഈസ് കോൾഡ് നാച്ചുറൽ പേഴ്സൺ. അതായത് പേര് കൊണ്ട് ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് കൊണ്ട് നമുക്ക് ഒരു അക്കൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുക? നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുക. പേഴ്സണൽ അക്കൗണ്ടിന്റെ അകത്ത് നാച്ചുറൽ പേഴ്സൺ. ഉദാഹരണം പ്രശാന്ത് അക്കൗണ്ട്, ആതിര അക്കൗണ്ട്, അഞ്ജലി അക്കൗണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടുകൾ നമ്മൾ എന്ത് പറയും? പേഴ്സണൽ അക്കൗണ്ട്, നാച്ചുറൽ പേഴ്സണൽ ആണത്. അപ്പൊ നിങ്ങളുടെ പേര് വെച്ചിട്ട് ആ അക്കൗണ്ടിന്റെ പേര് എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം കേട്ടോ. അടുത്തതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ദീസ് ആർ അക്കൗണ്ട്സ് ഇൻ ദി നെയിം ഓഫ് ഫേംസ്, ലിമിറ്റഡ് കമ്പനീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ്? കമ്പനികൾ, അതായത് നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്, കമ്പനികളായിക്കോട്ടെ അല്ല എങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അത്തരം അക്കൗണ്ടുകളെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പേഴ്സന്റെ അകത്ത് ക്ലാസിഫൈ ചെയ്യുക. ഉദാഹരണം കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രൈവറ്റ് ലിമിറ്റഡ്, 2 ടാറ്റ ലിമിറ്റഡ് അക്കൗണ്ട്, എക്സെട്ര. അടുത്തതാണ് നമ്മൾ പറഞ്ഞത് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ. നമുക്ക് നാച്ചുറൽ പേഴ്സൺ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആർട്ടിഫിഷ്യൽ പേഴ്സന്റെ നമുക്ക് എന്തുണ്ട്? ഏറെക്കുറെ ഐഡിയ ഉണ്ട്. എന്നാൽ എന്താണ് ഈ ഒരു റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ? നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുമാണ് എക്സാമുകൾക്ക് ചോദ്യങ്ങൾ വരിക. അപ്പൊ എന്താണ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ എന്ന് നോക്കാം. These are payable expenses or advance payment and the receivable income or advance receipt represented by the person to whom payable or from whom receivable. Example, outstanding expense, prepaid expense, etc. എന്താണ് റെപ്രസെന്റേറ്റീവ് പേഴ്സൺ അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നെങ്കിൽ അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ല എങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ എന്താണ് കൊടുക്കാനുള്ള പൈസ കൊടുക്കാതെ ഇരിക്കണം. അപ്പം ഇത്തരം ട്രാൻസാക്ഷനുകളെയാണ് നമ്മൾ എന്ത് പറയുക? റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിന്റെ അകത്ത് നമ്മൾ പറയുക. ഉദാഹരണം സാലറി ടു സഞ്ജു. എന്ത് ചെയ്തില്ല? നമ്മൾ പേ ചെയ്തിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ്. അപ്പൊ ഇതെന്താണ്? റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. അടുത്തത് നമുക്ക് പ്രീപെയ്ഡ് സാലറി ടു സഞ്ജു. അതും എങ്ങനെയാണ്? റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ ആണ്. അടുത്തതാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? അത് നമുക്ക് എക്സ്പെൻസസുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുക. Nominal account related to expense and losses or
ഇൻകം ആൻഡ് ഗെയിൻ. ദീസ് അക്കൗണ്ട്സ് ആർ നെയ്തർ പേഴ്സണൽ നോ റിയൽ. ദീസ് ആർ അതർവൈസ് കോൾഡ് ഫിക്ടീഷ്യസ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണെന്ത്? ഫിക്ടീഷ്യസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത്തരം അക്കൗണ്ടുകൾ എന്തൊക്കെയല്ല? അതായത് പേഴ്സണലോ അല്ലെങ്കിൽ റിയലോ അല്ലാത്ത അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുക? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുക. ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ഇൻകം വരും, എക്സ്പെൻസ് വരും, പ്രോഫിറ്റ് വരും, ലോസ് വരും. അപ്പൊ ഇതിനൊക്കെ എന്തുണ്ട്? ഗോൾഡൻ റൂൾ ഉണ്ട്. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ. ഡെബിറ്റ് എന്നത് എന്തിനാണ്? എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ എന്നതാണ് ഇത് നോമിനൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂള്. ഓക്കെ, അടുത്തത് നമുക്ക് ആ ഗോൾഡൻ റൂള് ഡീറ്റെയിൽ ആയിട്ട് ഓരോ അക്കൗണ്ടുകളുടെയും ഗോൾഡൻ റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് എന്താണ്? അസറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന എന്തിനാണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മുടെ റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റ് അക്കൗണ്ട് ആണ്. അപ്പൊ ഉദാഹരണം നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് ഉദാഹരണം പറയാം. ഞാൻ ക്യാഷ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു മെഷീനറി വാങ്ങി, അല്ലെങ്കിൽ ഒരു അസറ്റ് വാങ്ങി. അസറ്റിന് ഉദാഹരണം ഞാൻ ലാൻഡ് ആണ് വാങ്ങിയത് കേട്ടോ. 1,00,000 രൂപയുടെ ലാൻഡ് ആണ് ഞാൻ വാങ്ങിയത്. അങ്ങനെയെങ്കിൽ എങ്ങനെ എഴുതും? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ബിസിനസിന്റെ ഉള്ളിലേക്ക് വന്നത് എന്താണ്? ലാൻഡ് എന്ന ഒരു അസറ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? ഞാൻ ഡെബിറ്റ് ചെയ്യുന്നു. ലാൻഡ് അക്കൗണ്ട് ഡെറ്റർ. ഇനി ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണ് നമ്മുടെ ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോയത്? ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പൊ എന്റെ കയ്യിലിരുന്ന ക്യാഷ്, അല്ലെങ്കിൽ ബിസിനസിന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എന്ത് ചെയ്തു? ബിസിനസിന് പുറത്തോട്ട് പോയി. അതുകൊണ്ട് ഞാൻ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് 1,00,000 രൂപ, 1,00,000 രൂപ. അപ്പൊ നമ്മൾ റിയൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂൾ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കേണ്ടതാണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിന്റെ 3 ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് നോട്ട് ചെയ്തേ. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ ഇതാണ്: ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ എന്നതാണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്. അടുത്തതാണ് നോമിനൽ അക്കൗണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. നോമിനൽ അക്കൗണ്ട് എന്താണ്? എക്സ്പെൻസുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളാണ്, അല്ലെങ്കിൽ എക്സ്പെൻസ്, ലോസ്, അല്ലെങ്കിൽ ഇൻകം ഗെയിനുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുക? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുക. അപ്പൊ ഇതിന്റെ റൂൾ എങ്ങനെയായിരിക്കും? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. എക്സ്പെൻസസിനെ എല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു 1000 രൂപ ഞാൻ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് മുടക്കി. അതെന്റെ എക്സ്പെൻസ് ആണ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്യുന്നു. അഡ്വർടൈസ്മെന്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം പൈസ എന്ന അസറ്റ് കുറയുന്നു. നമ്മൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പഠിച്ചിരുന്നു. അപ്പൊ എന്റെ കയ്യിലുള്ള ക്യാഷ് ആണ് എന്ത് ചെയ്തത്? ഞാൻ കൊടുത്തത്. അപ്പൊ ക്യാഷ് എന്ന അസറ്റ് കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് നമ്മൾ ഇവിടെ ജേണൽ എൻട്രി എഴുതുക. ഇനി ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. എനിക്ക് സാലറി കിട്ടി. എനിക്ക് എല്ലാ മാസവും സാലറി 5-ാം തീയതി കിട്ടും. അപ്പൊ സാലറി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിലോട്ട് ക്യാഷ് വന്നു. ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. ഇൻകത്തിനെയും ഗെയിനെ ഞാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ സാലറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സാലറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്തിനെയാണ് ഞാൻ ഡെബിറ്റ് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുന്നത് ക്യാഷ്. ബിസിനസിന്റെ ഉള്ളിലേക്ക് വന്ന ആ ഒരു ക്യാഷിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടിന്റെ ഭാഗമാണ്. സാലറി എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടിന്റെ ഭാഗമാണ്. നോക്കിക്കേ, ഇവിടെ എക്സ്പെൻസസിനേക്ക് എന്ത് ചെയ്തു? നമ്മൾ ഡെബിറ്റ് ചെയ്തു. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആണ്. അത് നോമിനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നോമിനൽ അക്കൗണ്ട് ആണ്. അതിന് ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്നത് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിന്റെ അകത്ത് ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. അടുത്തത് എന്താണ്? നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻകം കിട്ടി. ഇൻകത്തിനെ എന്ത് ചെയ്യണം? ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇൻകത്തിനെയും ഗെയിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട്
നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ പ്രകാരം സാലറിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് ആണ് എനിക്ക് സാലറി ആയിട്ട് കിട്ടിയത്, അസറ്റ് ആണ്. അപ്പം അത് റിയൽ അക്കൗണ്ടിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റൂൾ എന്താണ്, ആ ബിസിനസിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന വസ്തുവിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇനി ബാലൻസിങ് ആൻഡ് അക്കൗണ്ട്. ഒരു അക്കൗണ്ടിനെ എങ്ങനെ ബാലൻസ് ചെയ്യും, അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസ് എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ബാലൻസിങ് ഈസ് ദി പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടോട്ടൽ ഓഫ് ദി എമൗണ്ട് ഇൻ ദി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട്. എന്താണ് പറയുന്നത് ബാലൻസിങ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ അക്കൗണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് പ്രകാരം ഏതൊരു ട്രാൻസാക്ഷനും എന്തുണ്ട്, രണ്ട് എൻട്രി ഉണ്ട്. ഒന്നിനെ നമ്മൾ ഡെബിറ്റ് എന്നും മറ്റതിനെ ക്രെഡിറ്റ് എന്ന് പറയും. ഇനി നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ് പറയുന്നത്? ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അതായത് എപ്പോഴും ഒരു ഇക്വാലിറ്റി ആണ് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മളൊരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ, ഏതൊരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിലും ആ അക്കൗണ്ടിനും എന്തുണ്ട്, രണ്ട് സൈഡ് ഉണ്ട്. നമ്മൾ ഇങ്ങനെയാണ് അക്കൗണ്ട് വരയ്ക്കുക. ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഇങ്ങനെയാണ് അക്കൗണ്ട് ഇരിക്കുക. ഇതൊരു ക്യാഷ് അക്കൗണ്ട്, ഉദാഹരണം ഞാൻ പറഞ്ഞത് ക്യാഷ് അക്കൗണ്ട് ആണ് നിങ്ങൾ വിചാരിക്കുക. അപ്പം എനിക്ക് കമ്മീഷൻ ആയിട്ട് എന്ത് കിട്ടി, കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ആണിത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്, കമ്മീഷൻ എന്നാണ്. ക്യാഷ് ബിസിനസ്സിലോട്ട് വന്നു, കമ്മീഷൻ എന്താണ്, ഇൻകം ആണ്. എനിക്ക് കമ്മീഷൻ കിട്ടിയപ്പോൾ എന്ത് ചെയ്യണം, കമ്മീഷൻ ഞാൻ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എൻട്രി ആയിട്ടുള്ള കമ്മീഷൻ ഞാൻ 1000 രൂപ എന്ന് എഴുതുന്നു. ഇനി ഞാൻ എന്ത് ചെയ്തു, അഡ്വർടൈസ്മെന്റിന് വേണ്ടി കുറച്ച് പൈസ മുടക്കിയത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, അല്ലെ? ഞാൻ മുടക്കിയത് എത്രയാണ്, 500 രൂപയാണ്. അപ്പൊ അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് ഞാൻ ജേർണൽ എൻട്രി പറഞ്ഞത്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, കാരണം എന്താണ്, ക്യാഷിന് ഇവിടെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഞാൻ ഡെബിറ്റ് എൻട്രി ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് എന്ന് എഴുതും. എത്ര, 500 രൂപ. ഇനി എനിക്ക് എന്താണ്, ഇപ്പൊ നമ്മൾ കമ്മീഷൻ കിട്ടി. ഇനി എന്നെ സംബന്ധിച്ച് കുറച്ചൊരു ഇൻട്രസ്റ്റ് കിട്ടി എന്ന് വിചാരിക്കുക. ഞാൻ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, അതിന്റെ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടി. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ജേർണൽ എൻട്രി? നമ്മളെ സംബന്ധിച്ച് ക്യാഷ് ആണ് കിട്ടിയിരിക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് എന്താണ്, ഇവിടെ ഞാൻ എന്താണ്, ഇൻട്രസ്റ്റ് എന്ന് എഴുതിയിട്ട് അത് ഞാനൊരു 1000 രൂപയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ ബാലൻസ് ചെയ്യും? നമ്മൾ ഈ രണ്ട് സൈഡും നോക്കും. ഇവിടെ എത്രയുണ്ട്, 2000 ഉണ്ട്, ഇവിടെ 500 ഉണ്ട്. ഇതിൽ ഏത് സൈഡാണോ കൂടുതലുള്ളത്, ഇവിടെ നമുക്കറിയാം ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്, ആ എമൗണ്ട് ഏത് സൈഡാണോ കൂടുതലുള്ളത് ആ എമൗണ്ട് എന്ത് ചെയ്യും, അതിന്റെ ടോട്ടൽ എമൗണ്ട് താഴെ എഴുതും. 2000 ഞാൻ ഇവിടെ എഴുതി. ഇനി അതേ എമൗണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് സൈഡിലും എഴുതണം, 2000. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുക്കണം. ഈ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസിങ് ആൻഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും, 1500 രൂപ വരും. അതായിരിക്കും നമ്മുടെ അക്കൗണ്ട് ബാലൻസ്. ഈ ഒരു പ്രക്രിയനെ, അതായത് രണ്ട് ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും ഡിഫറൻസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബാലൻസിങ് എന്ന് പറയുക. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടു സൈഡ്സ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് നോൺ ആസ് അക്കൗണ്ട് ബാലൻസ്. ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയും, അക്കൗണ്ട് ബാലൻസ് എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഓരോ അക്കൗണ്ടുകൾക്കും എന്തുണ്ട്, അവരുടേതായ ബാലൻസ് ഉണ്ട്. അസറ്റുകളുടെ ബാലൻസ് എന്താണ്, അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റിയുടെ ബാലൻസ് ഏതായിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ തവണയും CACB എക്സാമുകൾക്ക് അക്കൗണ്ടൻസിയിലെ ബേസിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ CACB ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് എക്സാമുകൾ വരുന്നു. അപ്പൊ ഒരു കൂട്ടം ആളുകൾക്ക് എന്താണ്, അവര് ബ്രേക്കിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഈ വർഷം ഡിഗ്രി അല്ലെങ്കിൽ PG അല്ലെങ്കിൽ HDC JDC ക്വാളിഫൈഡ് ആയിട്ട് ഇറങ്ങുന്ന ആളുകളാണ്. അപ്പൊ അവർക്കും എന്ത് ചെയ്യണം, CACB എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. കയ്യിൽ വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ജോലി മേടിക്കുക എന്നത് തന്നെയാണ് അവരുടെയും ലക്ഷ്യം. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകളുണ്ട്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കുറെ വർഷങ്ങളായി പ്രിപ്പയർ ചെയ്യുന്നു, പക്ഷെ കട്ട് ഓഫിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടും റാങ്ക് ലിസ്റ്റിന് ഉൾപ്പെടാനായിട്ട് പറ്റുന്നില്ല.
അപ്പം ഇത്തരം ആളുകൾക്ക് എല്ലാവർക്കും ഈ രണ്ട് കൂട്ടം ആളുകൾക്കും വേണ്ട സൊല്യൂഷൻ ഒന്നല്ല, മറിച്ച് 2 സൊല്യൂഷനാണ് വേണ്ടത്. അപ്പൊ അതാണ് നമ്മളിവിടെ CCയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ 6 മന്ത് ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ച് ആണ്. ഇപ്പം A to Z, അതായത് ഈ വർഷം ഡിഗ്രി BCom കോർപ്പറേഷൻ അല്ല എങ്കിൽ HDC JDC ക്വാളിഫൈഡ് ആയി ഇറങ്ങുന്ന ആളുകൾ, അല്ല എങ്കിൽ പഠിച്ചിട്ട് ഒരു ബ്രേക്ക് വന്നതിന് ശേഷം വീണ്ടും കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പൊ ഇത്തരം ആളുകൾക്ക് വേണ്ടത് എന്താണ്? ആ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ മനസ്സിലാക്കി വേണം അവർ എക്സാമിന് പോകുവാനായിട്ട്. കാരണം ബേസ് പഠിച്ചുകൊണ്ട് മാത്രം എന്ത് കിട്ടില്ല, ആ ഒരു ടോപ്പ് മാർക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് JDC കോഴ്സ് HDC കോഴ്സ് കഴിഞ്ഞ് വരുന്ന ആളുകളെ കുറിച്ചാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പം CACB എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അക്കൗണ്ടൻസി പാർട്ടിൽ നിന്നും വരുന്നത് നമുക്ക് PG നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലാസ് റൂമുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നോളേജ് മാത്രം പോരാ. ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമാണ് പറ്റുക. അപ്പൊ അത്തരം ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു 6 മന്ത് ബാച്ച് വരുന്നത്. അടുത്ത നമ്മുടെ 3 മന്ത് ബാച്ച് എന്ന് പറയുമ്പോൾ ആ കട്ട് ഓഫിന് തൊട്ടടുത്തെത്തിയിട്ടും റാങ്ക് ലിസ്റ്റിന്റെ ഉള്ളിലേക്ക് ഉൾപ്പെടുവാനായിട്ട് പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചെറിയ ഒരു പുഷ്, അതാണ് നമ്മുടെ ഒരു 3 മന്ത് ബാച്ച് എന്ന് പറയുന്നത്. അതായത് എക്സാമിന് ഉറപ്പായും വരുമെന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് മോഡൽ എക്സാമുകളും ലൈവ് ക്ലാസ്സുകളും മെന്റർഷിപ്പ് ക്ലാസ്സും അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സുമായിട്ടാണ് നമ്മുടെ ഈ 2 ബാച്ചുകളും വരുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8921440580 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ CACB ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ടഫ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ GK ഭാഗമാണ്. GK കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് എന്താണ് കൂടുതൽ മാർക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറുന്ന ഘടകം എന്ന് പറയുന്നത് GK ആണ്. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ CC ലേണിംഗ് ആപ്പ് എന്നൊക്കെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ഡെയിലി അതിൻ്റെ അത് GK ക്വിസ് കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം CCയോടൊപ്പം നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് തയ്യാറെടുക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്